കുറച്ച് ഇൻസെക്യൂർ ആണ് കുറച്ച് കാര്യങ്ങൾ. ഹായ് ഗായ്സ്, so I am Alina. This is the day one of my 21-day habit building challenge അല്ലെങ്കിൽ ജേർണി. സോ ഇത് ഞാൻ കുറേ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ബട്ട് എൻ്റെ മടി, പ്രോക്രാസ്റ്റിനേഷൻ ഒക്കെ കാരണം ഇതിങ്ങനെ നീണ്ടു പോയി. ആദ്യം എക്സാം ആയ ഒരു എക്സ്ക്യൂസ്, പിന്നെ സെം ബ്രേക്കിന് ഫുൾ സെറ്റ് ആക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ഒരിക്കലും കണ്ടന്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചല്ല, കാരണം ഞാൻ അല്ലാത്ത വീഡിയോസ് ഞാൻ ഇടാറുണ്ട് ഇപ്പോഴും ഡെയിലി. ബട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചല്ല. പക്ഷേ ഐ തോട്ട് ഇങ്ങനെ ചെയ്താലെങ്കിലും ഞാനിത് ചെയ്താലോ, എങ്ങനെയെങ്കിലും എനിക്കിത് ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിനൊരു ആക്ഷൻ എടുക്കുന്നില്ല. എപ്പോഴും ആക്ഷൻസ് ആണല്ലോ വേണ്ടത്. നമ്മൾ കുറെ ആലോചിച്ച് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഹിയർ ഐ ആം ടേക്കിംഗ് മൈ ആക്ഷൻ, അല്ലെങ്കിൽ സ്മോൾ സ്റ്റെപ്സ് ലീഡ് ടു ബിഗ് ചേഞ്ച് എന്നാണല്ലോ. സോ ലെറ്റ്സ് സീ, ഹോപ്പ് യു ഓൾ സപ്പോർട്ട് മീ. ഈ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എൻ്റെ ഹാബിറ്റ്സിൽ അല്ലെങ്കിൽ ഓൾറെഡി എൻ്റെ റൂട്ടീനിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ ഞാനത് കണ്ടിന്യൂ ചെയ്യാതെ അല്ലെങ്കിൽ എവിടേക്കോ വെച്ച് ബ്രേക്ക് ആയി പോയ കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്. കുറെ പ്രൂഫ് ഉണ്ട്. ദിസ് ഇസ് മൈ ഒരു ജേർണൽ. അപ്പൊ ഞാൻ ഇതിലിങ്ങനെ ഹാബിറ്റ് കുറെ എഴുതിയിട്ടുണ്ട്. ടു ഡു ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പുതിയ ഹാബിറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ എപ്പോഴും എഴുതുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ എവിടെ നോക്കിയാലും അതിൽ തന്നെയുള്ളൂ. എപ്പോഴും ഒരു ഡ്യൂ ഡേ എടുക്കും, നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ എഴുതി വെക്കുന്നതാണ്. പക്ഷെ അത് എവിടേക്കോ വെച്ച് ബ്രേക്ക് ആവും, പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല, അങ്ങനെ ബ്ലാ. അപ്പം ഞാൻ എന്താ പറയാ, അങ്ങനെ 4 കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഈ 21 ഡേയ്സിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് തന്നെ ഈ രാത്രി ഈ ഫ്ലാഷ് ഓൺ ചെയ്ത് വീഡിയോ എടുക്കാൻ കാരണം, ഇന്നെങ്കിലും എനിക്ക് എന്റെ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള ഒരു വൃത്തികെട്ട സ്വഭാവം മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സ്മോൾ സ്റ്റെപ്പ് ആയിട്ടാണ്. സോ എന്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം ഞാൻ എത്രത്തോളം മടിയുള്ള ആളാണ്, എത്രത്തോളം കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അത് ലേറ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ്, എന്നിട്ട് വീണ്ടും റിഗ്രറ്റ് അടിക്കുന്ന ആളാണെന്നൊക്കെ. അപ്പം ഇതൊരു കണ്ടന്റ് ആയിട്ടല്ല ഞാൻ ചെയ്യാൻ, അങ്ങനെ മാത്രമായിട്ടല്ല. എന്താ പറയാ, എനിക്ക് തന്നെ ഒരു ചാലഞ്ച്, എനിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിചാരിച്ച ടൈമിന് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പറഞ്ഞാൽ എല്ലാ ഡേയും പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. എല്ലാ ഫ്ലോസും എല്ലാം ഞാൻ കാണിക്കും, എല്ലാം ഷെയർ ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് ഇൻസെക്യൂർ ആണ് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉള്ള ഒരു എന്താ പറയാ, ഡെയിലി ഞാൻ അതൊക്കെ റൂട്ടീനിൽ ആഡ് ചെയ്യുന്നതും എല്ലാം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാം എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ഇമ്പ്രൂവ് ആവോ, എങ്ങനെയാണ് 20 ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിയുമ്പോൾ അതിന്റെ സിറ്റുവേഷൻ എല്ലാം നിങ്ങളെ ഞാൻ ഷെയർ ചെയ്യും. നിങ്ങളതിനെ റീഡിങ് അതൊരു ഹാബിറ്റ് ആക്കി മാറ്റണം ഞാൻ കുറെ കാലമായിരുന്നു. പക്ഷെ ഞാനൊരു എഫേർട്ട് എടുക്കുന്നില്ല. എല്ലാം ആഗ്രഹിക്കുന്നില്ല, എഫേർട്ട് എടുക്കുന്നില്ല. എന്നെ പോലെ കുറച്ച് പേരെങ്കിലും കറക്റ്റ് ആവുന്നവരുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചിലർ അതിനായിട്ട് എഫേർട്ട് എടുക്കും, അവരെ ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വൈകിട്ട് വർക്കൗട്ടിൽ തുടങ്ങാം ചാലഞ്ചിൽ. ബട്ട് അപ്പോഴാണ് ഒരു ക്ഷണിക്കാത്ത അതിഥി വന്നത്. ഇപ്പോഴും എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സംഭവം കുറെ ബ്രേക്ക് ആയി പോയി, കണ്ടിന്യൂ ചെയ്തില്ല എന്റെ മടി കാരണം. ബട്ട് നമുക്കിത് വീണ്ടും തുടങ്ങാം. ഇറ്റ്സ് നോട്ട് ലേറ്റ്. സോ 4 ഹാബിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് വേക്കിംഗ് അപ്പ് ഏർലി. രാവിലെ 4 മണിക്ക് എഴുന്നേക്കണമെന്നല്ല, ഞാൻ ഇപ്പോൾ എഴുന്നേക്കുന്നതിനും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂറോ എത്രയാണെങ്കിലും ഇപ്പോൾ എഴുന്നേക്കുന്നതിലും കുറച്ച് സമയം നേരത്തെ എഴുന്നേക്കാം. അങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു അപ്പം അങ്ങനെ മാറ്റാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് വർക്ക്ഔട്ട്, ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. തേർഡ് വൺ ഈസ് റീഡ് എവറി ഡേ. വായന എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, പക്ഷെ ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്, കാരണം മടി. വായിക്കുന്ന ആൾക്കാർക്ക് വിച്ച് റെസ്പെക്ട് ശരിക്കും. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ്. നിങ്ങൾക്കറിയാം എൻ്റെ ഇംഗ്ലീഷ് ഒരിക്കലും പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് ഇമ്പ്രൂവ് ചെയ്യാം, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം. ഐ എം നോട്ട് പെർഫെക്റ്റ്. ആൻഡ് അതുപോലെ തന്നെ എൻ്റെ ഈ 21 ഡേ ചാലഞ്ചും പെർഫെക്റ്റ് ആയിരിക്കില്ല. ചാലഞ്ച് അല്ലെങ്കിൽ ഒരു ജേർണി പെർഫെക്റ്റ് ആയിരിക്കില്ല, കുറെ ഫ്ലോസ് ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റണമെന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. സ്റ്റിൽ നമുക്ക് അടുത്ത ദിവസം ട്രൈ ചെയ്യാം. അങ്ങനെ പോവാം. I hope all of you will support me throughout this journey. ആൻഡ് ഐ ഹോപ്പ് ഞാൻ മടിച്ചിരിക്കാത്ത ഈ ജേർണി നല്ല സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കുമെന്ന്. ഐ എം സ്റ്റാർട്ടിങ് നൗ. ഇത്രയും കാലം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടേ ഉള്ളായിരുന്നു, ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഒരിക്കലും അത് കണ്ടന്റ് ആക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പം മീൻസ് നമ്മുടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ ഇങ്ങനെ ഇത്ര ദിവസത്തേക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട്, പക്ഷെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. ആക്ഷൻ ഈസ് ബെറ്റർ ദാൻ തിങ്കിങ്. സോ ഞാൻ ഇവിടെ എൻ്റെ വിചാരങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിർത്തിയിട്ട് അതൊരു പ്രവൃത്തിയിലേക്ക് മാറ്റാണ്. ആക്ഷൻ ഈസ് ബെറ്റർ ദാൻ തിങ്കിങ് എപ്പോഴും. സ്മോൾ ചേഞ്ചസ് ലീഡ് ടു ബിഗ് ചേഞ്ച് എന്നല്ലേ. സോ ലെറ്റ്സ് സീ ഹൗ ദി ജേർണി ഗോസ്. Thank you guys. See you all
ഓൺ ദ നെക്സ്റ്റ് ഡേ. ബൈ. ഇന്ന് ഇൻട്രൊഡക്ഷൻ മാത്രമല്ല, ആസ് എ പാർട്ട് ഓഫ് ദ ജേണി ഞാനൊരു ഇംഗ്ലീഷ് ബുക്ക് വായിച്ചു, ഒരു 10 പേജസ് വായിച്ചു. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷും ഇമ്പ്രൂവ് ചെയ്യാം, റീഡിങ്ങും നടക്കും, രണ്ട് ഗോൾസ് അറ്റ് ദ സെയിം ടൈം അച്ചീവ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ബൈ.